നമസ്കാരം പ്രവീൺ. ഇത് ഏതിനും ചെടിയാ? ഇത് കണിപ്പറമ്പനാണ്. കണിപ്പറമ്പൻ കുമിളി ഏലെന്നും അറിയപ്പെടുന്നു. എന്താ ഇപ്പൊ താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇതിന്റെ മേന്മ മനസ്സിലാക്കിയത്? ചൂടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നല്ല രീതിയിലുണ്ട് ഇതിനെ. പിന്നെ നമുക്ക് ഈൽഡും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബോൾട്ട് കായാണ്. ഇത് എത്ര വർഷമായ ചെടിയാ? ഇത് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ ചെടിയാണിത്. തേയിലച്ചെണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ രീതിയിലുള്ള ഫൈബ്രസ് റൂട്ടുകൾ, മെയിൻ റൂട്ടുകളല്ല, ഫൈബ്രസ് റൂട്ടുകൾ നല്ല രീതിയിൽ പൊട്ടാനായിട്ട് സഹായമാകും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ വണ്ണപ്പുറം പഞ്ചായത്തിലാണ്. നമസ്കാരം. നമസ്കാരം സാറേ. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഏത് വാർഡാ ഇത്? എത്രാമത്തെ വാർഡാ? ഇത് 3-ാം വാർഡ്. 3-ാം വാർഡ്. എന്താ ഈ പ്രദേശം ഏലം കൃഷിക്ക് അനുയോജ്യമാണോ? ഇത് എല്ലാവരും പറഞ്ഞിരുന്ന ഏലം കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചൂട് കൂടിയ ഒരു സ്ഥലമാണ്. ഏകദേശം നമ്മൾ ചൂട് വന്ന സമയത്തൊക്കെ 41-42 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വന്ന സ്ഥലമാണിത്. അപ്പം ഏലകൃഷി ഇവിടെ ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഞാനൊരു പരീക്ഷണാർത്ഥം ആദ്യം ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ജൈവ വളങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന് കൂടുതലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കൃഷിയിലോട്ട് വരികയാണ് ചെയ്തത്. അതിൻ്റെ മാറ്റം നമുക്കൊക്കെ നമ്മുടെ ചെടികളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര നാളായിട്ടുള്ള ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ ചെടികളാണ്. ഏതിനം ചെടികളാണ്? ഇത് കണിപ്പറമ്പനാണ് ചെടികളാണ്. കാരണം ആ സമയത്ത് നമ്മൾ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കണിപ്പറമ്പനെ കഴിവുണ്ടെന്നുണ്ട് നമ്മൾ ആദ്യ ഭാഗമായിട്ട് നമ്മളെല്ലാം കണിപ്പറമ്പനായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് ഈ കൊല്ലം മുതൽ നമ്മൾ പുതിയ ഒരുപാട് വെറൈറ്റികൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വെറൈറ്റിയുടെ മാത്രമല്ല, നമ്മൾക്ക് അതിനെ നല്ല രീതിയിൽ അതിനെ പരിപോഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കടന്നു വരുന്നത് നമുക്ക് മനസ്സിലായി. ഈ കൃഷിയുടെ അങ്ങ് തെരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഇത് കൊക്കോ ആയിരുന്നു. ഒരു അടഞ്ഞിടുന്ന ഒരു കൊക്കോ തോട്ടമായിരുന്നു ഇവിടെ. അത് ഞാൻ മുഴുവനെ വെട്ടിക്കളഞ്ഞ് അതിന് ശേഷമാണ് ഈ രീതിയിൽ. എത്രത്തോളം ഉണ്ട് ഏരിയ ഇവിടെ? ഇത് 2 ഏക്കർ. 2 ഏക്കർ. അപ്പോൾ വണ്ണപ്പുറം പഞ്ചായത്തിലെ ചൂട് കൂടിയൊരു മേഖല. ഈ സ്ഥലത്തിന്റെ പേര് ആനക്കുഴി എന്ന് പറയും. വെൺമണി ആനക്കുഴി എന്ന് പറയും. ഏണിത്താഴം എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിന് പ്രോപ്പർ പേര്. ഏണിത്താഴം. വെൺമണി ആനക്കുഴി ഏടിത്താഴത്താണ് ഇത്തരത്തിലുള്ള ഒരു ഏലം കൃഷി നടത്തിക്കൊണ്ട് ശ്രീ പ്രവീൺ എന്ന യുവ കർഷകൻ മുന്നോട്ട് പോകുന്നത്. താങ്കൾ പ്രൊഫഷണലി ഫാർമർ അല്ലായിരുന്നു? അല്ലല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫീൽഡിൽ നിന്ന് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ ഈ ഫീൽഡിൽ നിന്നിരുന്നായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലോട്ട് കടന്നു വരികയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഏലകർഷകരൊക്കെ കണ്ടമാനം നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളത്തിലും മരുന്നിലും നമുക്ക് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എങ്ങനെ ആ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളുമായിട്ട് അതിനുശേഷം എനിക്ക് മനസ്സിലായത് എങ്ങനെയൊക്കെ വേണം എന്നതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടി. അപ്പം അത് അനുസരിച്ചായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്നീട് നടന്നിരുന്നത്. ഇതിനുശേഷം ഞാൻ നമുക്ക് എത്ര എലമെന്റ് വേണം ആ എലമെന്റുകൾ കൂട്ടി ഞാനൊരു വളം നിർമ്മിക്കുകയുണ്ടായി. ആ വളം ആണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ ശ്രീ പ്രവീൺ, അപ്പൊ എത്ര ഇടവേളയിലാണ് ഈ വളം കൊടുക്കേണ്ടത്? ഈ വളം മാത്രം മതി? ഞാൻ ആദ്യത്തെ ഒരു 3 തവണ, ഒരു മാസത്തിന്റെ ഗ്യാപ്പിനുള്ളിൽ ഒരു 3 തവണ കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. അന്നേരം തന്നെ നമ്മുടെ ചെടികളിൽ നല്ല മാറ്റം, അതായത് നമ്മുടെ അടിയിലത്തെ ഇവിടെ ബോൾ ഭാഗം നമുക്ക് ആ മരുന്ന് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ബോൾ ഭാഗത്തിന് നല്ല സൈസ് വരും. അതുപോലെ തന്നെ തട്ടകൾക്ക് നല്ല പച്ച കളർ വരും. അതുപോലെ തന്നെ ശരവടിയെല്ലാം നല്ല രീതിയിലായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പുതിയതായിട്ട് ചിമ്പടിക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ ചിലർ പറയും നമുക്ക് 2 കൊല്ലം കൂടും അല്ല 1.5 കൊല്ലം കൂടുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വിളവുണ്ടാകുന്നത്. എന്നാൽ നമുക്ക് അറ്റ് എ ടൈം എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കായുണ്ട്, പുതിയതായിട്ട് ചിമ്പ് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഈ സീസണിൽ കായെടുത്ത് തുടങ്ങി. ഞാൻ 2 റൗണ്ട് കായെടുപ്പ് പായതാണ്. 3-ാം റൗണ്ട് കായെടുപ്പിലോട്ട് പോവാണ്. ഓ ശരി. അതുപോലെ തന്നെ പുതിയതായിട്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം അറ്റ് എ ടൈം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ ഓർഗാനിക് ഒരു രീതിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് ഉൽപാദന ചെലവ് കുറയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. നല്ല രീതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ, അതായത് നമ്മൾ വർഷങ്ങളായിട്ട് പണ്ട് നമുക്കറിയാം നമ്മൾ വനത്തില് എന്ത് സംഭവം നട്ട് കഴിഞ്ഞാലും നല്ല രീതിയിലുണ്ടാവും. പക്ഷെ ആ രീതിയിൽ നമുക്ക് പിൽക്കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് കൃഷികൾ ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും സൂര്യപ്രകാശം അടിക്കാതെ തന്നെ അവിടെ നിന്നുള്ള ഇലകളെല്ലാം വീണ് കിടന്ന് അവിടെ ഓർഗാനിക് കാർബൺ നല്ല രീതിയിൽ ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂമിയിലെ ടണ്ണ് കണക്കിന് ഓർഗാനിക് കാർബൺ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ രാസവളത്തിന്റെ അമിത ഉപയോഗം മൂലം നമുക്ക് ഈ ഓർഗാനിക് കാർബൺ പോലുള്ളതൊക്കെ മണ്ണിൽ കണ്ടമാനം കുറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പം അതിനെ എങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാന്നുള്ള സ്റ്റഡി ആയിരിക്കും നമുക്കത്. ആ ഒരു സ്റ്റഡി എന്ന് പറയാൻ തന്നെ നമുക്ക് നമ്മുടെ ഫീൽഡ് കൂട്ടാൻ തന്നെ കാരണമായി തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളങ്ങളാണെങ്കിലും ഓർഗാനിക് വളങ്ങൾ നമുക്ക് കൂടുതലും തിരഞ്ഞെടുക്കുകയായിരിക്കും.
എന്ന് വെച്ച് ഞാൻ രാസവളത്തെ തള്ളി പറയുന്നില്ല, രാസവളം നമുക്ക് വേണ്ട സമയങ്ങളിൽ ഉപയോഗിക്കാം, എങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ജൈവവളത്തിന് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അത് നമ്മുടെ മണ്ണിനെ ഒരിക്കലും നശിപ്പിക്കില്ല. ഇനി ഇത് ഇപ്പൊ താങ്കൾ ഇപ്പൊ 1.5 വർഷം, എത്ര ഇത് 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തിനിടയിൽ തന്നെ എത്ര തവണ ഏതെല്ലാം തരത്തിലുള്ള പരിപാലനം കൊടുത്തിട്ടുണ്ട്? ഞാൻ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ഒരു ഓർഗാനിക് വളം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വളമാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെയ്തിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിത്ര ജീവാണുക്കളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വളമാണ്, ഓർഗാനിക് വളമാണ് ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മിത്ര ജീവാണുക്കളെ കൊണ്ടുവരിക. മിത്ര ജീവാണുക്കളെ കൊണ്ടുവന്നാൽ നമുക്കും ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സിനായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഭൂമിക്കായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അതിൽ മെയിനായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഗവേഷണം നടക്കുന്ന വാം, വെസ്കുലർ അബാസ്കുലർ മൈക്രോറസ, എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ വേരുപടലം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മിത്ര ജീവാണുമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ മൈക്രോ റൈസ എന്ന് പറയുന്ന ഒരു 2 വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ മൈക്രോ റൈസ പ്രവർത്തിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അത് ഭൂമിയിൽ വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ഒരു ചെടിക്ക് പുതിയതായിട്ട് ഒരു പുതിയ വേര്, വെള്ളവേര് അടിക്കുന്ന സമയത്ത് ആ ചെടികളുടെ വേരിനടുത്ത് ചെല്ലുകയും ഇതിനൊരു മൈസെല്ലം വെച്ചിട്ട് ഇത് പെനിട്രേറ്റ് ചെയ്ത് ഇത് കഴിക്കുന്ന വളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കെടുവളമായിട്ട് കിടക്കുന്ന വളങ്ങളും മറ്റും ഇത് കഴിച്ചതിന് ശേഷം ഇത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിനാക്കി മാറ്റുന്നു. ഇത് ചെടിയിലോട്ട് ഇവർ പെനിട്രേറ്റ് ചെയ്ത് കയറ്റി പെട്ടെന്ന് തന്നെ വേരടിക്കാൻ, അങ്ങനെ പുതുവേരുകൾ പെട്ടെന്ന് തന്നെ അടിക്കും. കാര്യം കൂടുതൽ വളങ്ങളെ അപ്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാം സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ വാം മാത്രമല്ല, ഇപ്പൊ നമുക്ക് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ, ഫോസ്ഫറസ് മൊബിലൈസിങ് ബാക്ടീരിയ, ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, ഇതിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെടിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചെടികൾക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും അതിനൊപ്പം നമ്മുടെ ചെടിയുടെ വളർച്ച പെട്ടെന്ന് ത്വരിതപ്പെടുത്താനുള്ള കഴിവുകളും ഇവയ്ക്കുണ്ട്. വേനൽക്കാലത്ത് ഞാൻ തേയിലച്ചെണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തേയിലച്ചെണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം തേയിലച്ചെണ്ടി എന്ന് പറയുന്ന അമിനോ ആസിഡുകളുടെ കലവറയാണ്. അത് കൂടാതെ അതിൽ വെള്ളത്തിനെ ഹോൾഡിങ് കപ്പാസിറ്റിയും കൂടെ. എത്രത്തോളം തേയിലച്ചെണ്ടി 1.5 വർഷം ആയ ചെടിക്ക് ഇട്ട് കൊടുക്കണം? നമുക്ക് ഇതിന്റെ സറൗണ്ടിങ്സ് എത്തുന്ന രീതിയിൽ അങ്ങ് ഇടുക. ശരി. കാര്യം അതിന് വലിയ കോസ്റ്റ് ആവുന്നതല്ല, അപ്പൊ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആണ്. ഇനി മരുന്ന് ചെടിയെ കുറിച്ചിട്ട് തണ്ടുതുരപ്പൻ, തണ്ടുതുരപ്പൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മരുന്നുകൾ, പെപ്റ്റിസൈഡ്സും ഫംഗിസൈഡ്സും കൃത്യമായ ഇടവേളയിൽ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും പൂർണ്ണമായിട്ടും നമുക്കതിനെ ഇല്ലാതാക്കി പ്യൂർലി ഓർഗാനിക് ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് ഈൽഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ നമുക്കത് കാലക്രമേണ, അതായത് 1-2 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ വാമ, ട്രൈക്കോ, സ്യൂഡോ ഇതുപോലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെടിയെ പൂർണ്ണമായിട്ടും നമുക്ക് ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് മിത്ര ജീവാണുക്കളുടെ വേസ്റ്റിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ നിമിറ്റോഡ് പോലുള്ളവയ്ക്ക് വളരെയധികം എതിരാണ്. അപ്പൊ പക്ഷെ ഒരു റൗണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ആവത്തില്ല. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഇതിന്റെ ആ കോളനി വളരെ വലുതാക്കുകയും, അതായത് കൂടുതൽ അവരുടെ കൗണ്ട് നല്ലപോലെ രീതിയിലായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ കൃഷിയിലെ വിജയം എന്ന് പറഞ്ഞാൽ അവിടെയായിരിക്കും. മറ്റൊരു പ്രത്യേകത ഞാനിവിടെ ശ്രദ്ധിച്ചത്, ഈ കൃഷിയിടത്തിന് തണല് തീരെ കുറവാണ്. തണല് തീരെയില്ല, നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ചൂട് ഭയങ്കരമായി കൂടിയൊരു സ്ഥലമാണ്. അപ്പൊ തണൽ ക്രമീകരണം എത്രത്തോളം ആവശ്യമാണ്? തണല് ഈ പറഞ്ഞ പോലെ ഞാൻ തണലിന് ഒരു ഒത്തിരി പ്രതിരോധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ചൂടാകുന്ന സമയത്ത് ഞാൻ കറക്റ്റ് സമയത്ത് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലെ തേയിലച്ചെണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വേനൽക്കാലത്ത് എങ്ങനെയായിരുന്നു ഇറിഗേഷൻ? എത്ര ഇടവേളകളിൽ? എൻ്റെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം, ഞാൻ പറഞ്ഞത് തേയിലച്ചെണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ച വരേക്കും വെള്ളം ചെന്നില്ലേ പോലും നമുക്ക് കൈകൊണ്ട് കുത്തി നോക്കാൻ നല്ല നനവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യുന്ന നമുക്ക് തന്നെ മനസ്സിലാവും. ഈ കണിപ്പറമ്പനാണോ കൂടുതലുള്ളത് ഈ കൃഷിയിടത്തില്? ഈ തോട്ടത്തില് കണിപ്പറമ്പനാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പൊ എന്തായാലും താങ്കൾ ഈ രംഗത്ത് എത്ര വർഷത്തോളം നടത്തിയ ഒരു അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമാണിത്? ഏകദേശം ഒരു 5 വർഷത്തെ എൻ്റെ പഠനത്തിന്റെ ഭാഗമാണിത്. 5 വർഷം ഞാൻ ഇതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസങ്ങളും തന്നെ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു സഹായം ഇതിനകത്ത് ഒരുപാടുണ്ട്. എന്തായാലും ഏലം കൃഷി രംഗത്ത് സമർപ്പണ മനസ്സോടുകൂടി കടന്നു വരികയും പിതാവിന്റെ പാത പിന്തുടരുകയും ചെയ്ത അഭ്യസ്തവിദ്യനായ ഒരാളാണ് ശ്രീ പ്രവീൺ. പ്രവീണിന്റെ കൃഷിയുടെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഏലം കൃഷിക്ക് ജൈവ രീതിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും അങ്ങനെ രാസകീടനാശിനികളും രാസവളങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാതെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടത്ര പരിപാലനം വേണ്ട സമയത്ത് കൊടുക്കണമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. ഈ കൃഷിയുടെ കാഴ്ചയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.